ഹായ് ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ ചെറിയ പൂന്തോട്ടത്തിലെ കുറച്ച് ചെടികൾ പരിചയപ്പെടുത്താം കേട്ടോ. എനിക്കറിയാവുന്നതിൻ്റെയൊക്കെ പേര് പറഞ്ഞു പോകാം. അപ്പോൾ ഗാർഡനിങ് വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ചെടി പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കണേ. ഇത് നക്ഷത്ര ചെടി എന്ന് പറയുന്ന ഒരു ചെടിയാണ്. നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ നമുക്ക് കൊണ്ടുവന്നപ്പോൾ മുതൽ ഇതിൽ നിറയെ പൂവുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഹൈഡ്രജൻ്റെ പൂവാണ് കേട്ടോ. ഇതൊരു സീസൺ ചെടിയാണെന്ന് തോന്നുന്നു. എപ്പോഴും പൂവുണ്ടാവില്ല. അപ്പോൾ പൂവുണ്ടാകാനൊരു ജനുവരിയൊക്കെ ആകുമ്പം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കുറേ നാളത്തേക്ക് പൂവുണ്ടാവും. മഴക്കാലമൊക്കെ ആകുന്നവരെ ഇതിൽ പൂവുണ്ടാകും കേട്ടോ. അപ്പോൾ ഗാർഡനിങ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണേ. അപ്പോൾ നമ്മുടെ ഗാർഡനെ ഏറ്റവും കൂടുതലായിട്ട് ഭംഗിയാക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ അരേലിയ ചെടി. 2 തരത്തിലുള്ള അരേലിയ ചെടി ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഇത് ഈയിടെയായിട്ട് അത് ചെറുതായിട്ടൊന്ന് വെട്ടിയൊക്കെ നിർത്തിയതാണ്. അപ്പോൾ വീണ്ടും അതിൻ്റെ ഇലകളൊക്കെ വന്നിട്ട് ചെടിയെല്ലാം നല്ല ബുഷിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഒരു 3-4 വർഷം മുമ്പ് ചെറിയൊരു കമ്പ് കൊണ്ട് വെച്ചതാണ്. അതിൻ്റെ ഒരു തണ്ട് നട്ടതാട്ടോ. അപ്പോൾ അത് വളർന്ന് വലുതായിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താണ് നമ്മൾ വേറെയും ചെടികൾ പിടിപ്പിച്ചെടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ പൂന്തോട്ടത്തിലെ ഏറ്റവും ഭംഗിയുള്ള പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂവാട്ടോ. ഇത് നമ്മുടെ ചൈനീസ് ബോൾസം. ഇപ്പോൾ പല വെറൈറ്റി ഉണ്ട്. എൻ്റെ അടുത്ത് ആകെ ഈ റോസ് കളറുള്ള പൂവാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് ഒരു 3-4 വെറൈറ്റി പൂവുള്ള ചെടി ഇവിടെ അടുത്തുള്ളൊരു ചേച്ചി തന്നതാണ് കേട്ടോ. അപ്പോൾ അത് കൊണ്ട് വെച്ചിട്ടിപ്പം നമുക്ക് നിറയെ ഇതിലെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ പൂവെല്ലാം കാണാനായിട്ട്. ചൈനീസ് ബോൾസം ആണ് ഇപ്പോൾ ഏറ്റവും പൂച്ചെടികൾ ഏറെ നിൽക്കുന്നത് നമ്മുടെ വീട്ടിൽ ചൈനീസ് ബോൾസം ചെടിയാണ് കേട്ടോ. പിന്നെയുള്ളത് നമ്മളൊരു എപ്പീഷ്യ ചെടി. എപ്പീഷ്യ പ്ലാന്റ് നമ്മൾ ഹാങ്ങിങ് ആയിട്ടാണ് വെച്ചിരുന്നത്. ഇപ്പോൾ ഇതൊരു പൊട്ടിയ മൺകലം ചെറുതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ വെറുതെ എടുത്ത് ഒരു തണ്ട് നട്ടതാണ്. ഇപ്പോൾ ഇത്രയും ഭംഗിയായിട്ടത് വന്നു. ഇത് ഇനിയിപ്പം വല്ല മരക്കുറ്റിയിലോ വല്ലതും വെക്കാനേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഹാങ്ങിങ് അല്ലേ, അപ്പോൾ തൂക്കിയിട്ട് കഴിയുമ്പോഴത്തേക്കും അതിന് ഭയങ്കര വെയിറ്റ് ആയിരിക്കും. പിന്നെ ഈ പൂ കാണിച്ച അത് ചെടിയുടെ പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് കുറച്ചുണ്ട്, മഞ്ഞയും റോസും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത്. അതൊരു മുള്ളു പോലെ ഉണ്ട് അതിൽ. അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. എന്തായാലും അതിൽ അത്യാവശ്യം പൂ ഉണ്ടാകുന്നുണ്ട്. ചെറിയ പൂവാണെങ്കിലും കാണാനൊരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തൊരു ഗാർഡൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഗാർഡൻ. പിന്നെ ഇത് സ്പൈഡർ പ്ലാന്റ് ആണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു തണ്ടെടുത്ത് വെച്ചതാണ് ഓരോ ചട്ടിക്കിടെ. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് വേറൊരു ചട്ടിയിൽ നിറഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എടുത്തൊരു ഓരോ ചെറിയ തണ്ട് വെച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ നല്ല ഭംഗിയായിട്ട് വളർന്നിട്ടുണ്ട്. പിന്നെ ഞാൻ മുറിക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ PVC പൈപ്പിനകത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വേറെ ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഒരു വെറൈറ്റി ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഞ്ചൽ ബിഗോണിയ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. മഴത്തുള്ളി പോലെ കിടക്കുന്ന ഈ പൂവാണ് കേട്ടോ അത്. അപ്പോൾ അത് നിറയെ ഇങ്ങനെ പൂവുണ്ടായി കിടക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. നമുക്കത് കൊണ്ടുപോയി നട്ട് പൂവുണ്ടായപ്പോൾ മുതൽ ഇത് നിറയെ പൂവുണ്ട്. അപ്പോൾ സ്പെഷ്യൽ ചെടി കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ അത്. ക്രിസ്മസ് കാക്ടസ് എന്നാണ് പേര് ഇതിൻ്റെ. അപ്പോൾ പൂവൊക്കെ അത് ഞാനൊരു ഇമേജ് ഇട്ടേക്കുന്ന കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് റെഡ്, വൈറ്റ്, പിങ്ക് 3 കളറാണ്. തൃശ്ശൂർ ഒരു നഴ്സറിയിൽ നിന്ന് വരുത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇത് പൂവുണ്ടാകുന്നത് അതിൻ്റെ ഒക്ടോബർ മാസം തൊട്ടാണ് അതിൽ പൂവുണ്ടാകുന്നതെന്നാണ് പറയണേ. ഇതിപ്പോൾ നമുക്ക് വളർന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും പൂവുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അതിലേക്ക്. അപ്പോൾ 3 കളറും ഉണ്ടാകുമായിരിക്കും. എന്തായാലും നമുക്ക് പൂവുണ്ടാകുന്ന സമയത്ത് വീഡിയോയ്ക്കകത്ത് കാണിക്കാം കേട്ടോ. ഇത് ബിഗോണിയ ചെടിയുടെ ഒരു കളക്ഷനാണ്. അപ്പോൾ ഇത് കൂട്ട് ചെറിയ ഇലയുള്ള വേറെ ബിഗോണിയ ഉണ്ട്. അപ്പോൾ ബിഗോണിയ ചെടി നമുക്ക് വേരോട് കൂടി എടുത്ത് പിടിപ്പിക്കാം. പിന്നെ നമുക്കതിൻ്റെ ഇല ഉണ്ടെങ്കിൽ മോശമായി പോകുന്ന ഇലയൊക്കെ വെച്ചും പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ. ഇത് പ്ലാസ്റ്റിക് ബോട്ടിൽ കുറച്ച് 10 മണിച്ചെടിയൊക്കെ നട്ടേക്കുന്നതാണേ. അപ്പോൾ നമ്മൾ ഈ ചെടികളെല്ലാം വെച്ചേക്കുന്നത് നമ്മുടെ ചെറിയ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുൻവശത്തായിട്ട് നീളത്തിൽ കുറച്ച് സ്ഥലമാണുള്ളത്. അവിടെയാണ് കൂടുതലും പൂച്ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചേക്കുന്നത്. അല്പം സൂര്യപ്രകാശമൊക്കെ ഉള്ള സ്ഥലം നോക്കി അങ്ങനെ വെച്ചതാണ് കേട്ടോ. പിന്നെ നമുക്ക് മരങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് എല്ലാ വശത്തും ചെടി വെച്ച് കഴിഞ്ഞാൽ പൂവുണ്ടാവത്തുമില്ല. അപ്പോൾ ഏകദേശം ഈ സ്ഥലത്തൊക്കെയാണ് അല്പമെങ്കിലും സൂര്യപ്രകാശം കിട്ടുക, അവിടേക്കാണ് വെച്ചേക്കുന്നത്.
പിന്നെ നമുക്ക് ഒരു അരമണിക്കൂർ രാവിലെയും വൈകിട്ടും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗാർഡനിങ് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് അത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വളം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ആഴ്ചയിലൊക്കെ ഇട്ട് കൊടുക്കാൻ നമുക്ക്, പിന്നെ 2 നേരം നനച്ച് കൊടുക്കുക, അതൊക്കെയാണ് കൂടുതലും ചെയ്യാനുള്ളൂ. നമുക്ക് ഇലച്ചെടികൾക്കൊന്നും കൂടുതൽ പരിചരണമൊന്നും നൽകേണ്ടതല്ലോ. അപ്പോൾ അത് നട്ട് കഴിഞ്ഞാൽ അതിന് വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. ഇത് സിങ്കോണിയം ഞാൻ ഹാങ്ങിങ് ആയിട്ടൊന്ന് ഇട്ട് നോക്കിയതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്നത് കാണാനായിട്ട്. ഇപ്പോൾ ഇലച്ചെടികൾ നമുക്ക് മണി പ്ലാന്റ്, അഗ്ലോണിമ, പിന്നെ ബിഗോണിയ ഇതൊക്കെയാണ് കൂടുതലുമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തൈ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരുപാട് ചെടിച്ചട്ടികളിലേക്ക് നട്ട് പിടിപ്പിച്ചേക്കുന്നതാണ് എല്ലാം തന്നെ. അപ്പോൾ ഇത് ഞാൻ ഒരു ദിവസം ചെയ്തതാണ്. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലെ ഒരു ചെടിച്ചട്ടിയിൽ അപ്പോൾ വെർട്ടിക്കലായിട്ട് കുറച്ചധികം ചെടികൾ അത് നടാനായിട്ട് പറ്റി കേട്ടോ. ഇത് നമ്മുടെ മുൻവശത്തെ വരാന്തയോട് ചേർന്നിട്ട് കുറച്ചധികം അഗ്ലോണിമ ഒരുമിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതിങ്ങനെ അടുത്തടുത്തായിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.